എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 79-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അന്തണൻ തന്നോടപ്പോൾ പന്തള മഹീപതി ത്രന്തമായി ചോദ്യം ചെയ്താനാരുപോൽ ഭവാൻ മമ മന്ദിരം പ്രാപിച്ചിപ്പോൾ ഏതൊരു ദിക്കിൽ നിന്നും വേഗമോടുരച്ചാലും ദീനങ്ങൾ കുറച്ചാലും പാരമായി മുഖശ്രീകൾ കാണുമ്പോൾ മമാന്തരെ പാരമായി വിചാരങ്ങൾ കൂടുന്നു മഹാമതേ. ഹന്ത ഞാൻ മയങ്ങുന്നേൻ നിന്നുടെ തേജസ്സിനാൽ ചിന്തിക്കിൽ ഭവാനഹോ ഭാനുവോ ശശാങ്കനോ സന്തതമെന്നുള്ളത്തിൽ വാഴുന്നോൻ മഹാപ്രഭു തന്തിരുമേനി മമ ആര്യതാതനോ ഭവാൻ നിന്തിരുമേനി അകതാരഴിഞ്ഞരുൾ ചെയ്യൂ ബന്ധുവത്സലാതവ ചിന്തിതം മഹാമതേ. ദീനമാനസം പേറും ഭൂമിപൻ തന്നോടുടൻ ദീനവത്സലൻ മുനി സമ്മതം ചൊല്ലിയിടിനാൻ. മുന്നമന്നൊരു നാളിൽ ധന്യനാം മണികണ്ഠൻ വന്ന് വൻ വ്യാഘ്രോപരി നിന്നരുളിയിടുന്നേരം വന്നുടൻ ഭഗവാന്റെ തത്വസാരങ്ങൾ ചെമ്മേ നിന്നോടെന്നരുൾ ചെയ്തോൻ കുംഭസംഭവനഹം. എന്നുടെ പരദൈവം ശ്രീഭൂതനാഥൻ ദേവൻ വന്നിഹ നിന്നോടിപ്പോൾ കർമ്മയോഗങ്ങൾ ചൊൽവാൻ. നന്നായി ഇന്നനുജ്ഞകൾ തന്നതു മൂലം ഞാനും വന്നിപ്പോൾ മഹാമതേ ആരണരൂപം പേറി ചൊല്ലുവനെല്ലാം ഇപ്പോൾ ഭൂദേശാജ്ഞയാലെടോ നല്ലതെല്ലാമേ വരും നല്ലതാം കാലത്തിങ്കൽ. മന്നവനേവം വിപ്രവാണികൾ ശ്രവിച്ചപ്പോൾ ഖിന്നതയെന്നീ നിജപുത്രനെ ഉള്ളം പേറി ധന്യനായി വണങ്ങിയും പ്രീതനായി പ്രണമിച്ചും പിന്നെയും പാദം വാങ്ങി ധന്യനേത്രാമ്പുതൂകി ധന്യമാന്നവാക്ഷരി 10 ചൊല്ലി വന്ദ്യനോടോതി അതിധന്യനാം മഹീപാലൻ സന്മതേ മഹാമുനേ എൻ മകൻ മണികണ്ഠൻ ഇന്നങ്ങ് വസിക്കുമെന്നോട് ചൊല്ലേണമേ. അന്നവൻ എന്നോടൊത്തും അറിവും കാലത്തിങ്കൽ ചിന്മയൻ ജഗന്മയൻ മത്സുതൻ മായാമയൻ മത്സുഖത്തിനായി ചെയ്ത കൃത്യങ്ങൾ ഓർക്കുന്നേരം മന്മനം വാത്സല്യത്താൽ പൂരിതമാകും മുനേ. പുത്രഭാവത്തോടഹോ ഭൃത്യഭാവേനേവൻ നിത്യമായി കൃത്യങ്ങളെ ചെയ്ത് നോർത്തിയിടുമ്പോൾ പുത്രശോകത്താലേറ്റം മാനസം നുറങ്ങിയിടും ക്ലിഷ്ടതകളെയെല്ലാം പോക്കുവൻ മഹാമുനേ. നന്ദനഭാവം അംഗത്തിൽ നിന്നവൻ മന്ദഹാസത്തോടൊപ്പമാനനം പിടിക്കുമ്പോൾ പൊന്നുണ്ണിക്കുടൻ ഞാനും മൂർധാവിൽ മുത്തിയിടുന്ന വൻ മഹാഭാഗ്യോദയം ലഭ്യമോ ഇനി മുനേ. കുഞ്ഞിളം മുഖാംബുജമെന്നുടെ കപോലത്തിൽ വന്നുടൻ മുട്ടിയിടുമ്പോൾ കിട്ടിയിടും മഹാസുഖം. ഒന്നുടൻ കിട്ടിയിടുവാൻ മാനസേ കൊതിപ്പോനാം എന്നെയും രക്ഷിച്ചിടൂ വന്ദ്യനാം മഹാമുനേ. കുഞ്ഞിനെ കാൺമാൻ മമ കുഞ്ഞിനെ തലോടുവാൻ എന്മനം കൊതിച്ചെന്നാൽ കുറ്റമാവുമോ മുനേ. കണ്ണിണകളിൽ ഉണ്ണി അങ്കുലികളെ ചേർത്ത് കണ്ണ് കാൺമതോ വച്ച എന്നു ചോദിച്ചോരു സുന്ദരത്തിടമ്പിൻ്റെ പൂവളി മുഖാംബുജം എന്നു ഞാൻ കാണും മുനേ. ഏറുമൻ സന്താപങ്ങൾ ഉണ്ണി എന്നാലും എണ്ണമില്ലാതാം കർമ്മങ്ങളെ ദണ്ഡമന്യേ ഭൃത്യഭാവത്തിൽ നനച്ചവ എണ്ണിയാലില്ലേ എണ്ണം വിണ്ണവർ നാഥാദേവ ദണ്ഡമെന്നെയുമയോ ഖണ്ഡിക്കുന്നതിന് മുമ്പേ പുണ്ടരീകാക്ഷാപാദദാസനാം എനിക്കു നീ ദണ്ഡങ്ങൾ നീക്കിയിടേണേ ശ്രീപദേ നമസ്തുഭ്യം. മന്ത്രിയേക്കാളും രാജതന്ത്രങ്ങൾ അരുൾ ചെയ്ത മന്ത്രനാഥനെ കാൺമാൻ ഭാഗ്യമാവുമോ മുനേ. എന്തു ഞാൻ ചെയ്വോ ഹരേ ദണ്ഡങ്ങളെ ഇടുന്നേൻ ബന്ധുവത്സല പരിത്രാഹിമാം ദയാനിധേ. സകല ഭൂതങ്ങൾക്കുള്ളിൽ വാണിയിടും മഹാപ്രഭോ സർവകാ നിന്നെ പിരിഞ്ചെന്ത് ഞാൻ ചെയ്വിനി. എത്ര ജന്മങ്ങൾ കഴിഞ്ഞെത്തുമോ പുത്ര നിന്നെ പുത്രനായി കാൺമാൻ ഭാഗ്യം മർത്യരക്ഷക ഹരേ. മർത്യനാം എനിക്കിപ്പോൾ ചിത്താനന്ദങ്ങളേകി ഭക്തവത്സല പരിപാലയ കൃപാംബുധേ. ശുദ്ധനാം മഹാരാജൻ മാനസം ബന്ധിയിടുമ്പോൾ ഭക്തചിത്തത്തിൽ മോദമേറ്റുവാൻ കുംഭോത്ഭവൻ ബദ്ധമോദത്താൽ മണികണ്ഠനാം ഭഗവാന്റെ തത്വങ്ങളെയെല്ലാം ജമ്മേരളി തുടങ്ങിനാൻ. മന്നോർമണേ ശുദ്ധ സ്വാത്വിക ഭൂപാലക ഇങ്ങനെ എന്തേ ഇപ്പോൾ രോദനം തുടങ്ങുന്നു. മുന്നമേ ദിവസൂന് അരുൾ ചെയ്തവയെല്ലാം ഇന്നു നീ മറന്നിതോ മന്നവാ മഹാമതേ. സർവദാ സർവത്തിലും സത്തായി മരുവുന്നോൻ നിർവാണൻ സ്വയം ജ്യോതി അവ്യേൻ സച്ചിന്മയൻ സർവാനന്ദാവിർഭൂതമായുള്ള മണികണ്ഠൻ നിർവികാരാത്മാരാമൻ കൈവല്യപ്രദൻ നിത്യൻ. ജനിക്കുന്നതുമില്ല മരിക്കുന്നതുമില്ല ജനികളിൽ മറഞ്ഞുള്ളം വാഴുന്നോൻ ഭൂതനാഥൻ സത്യനാഥനാൻ ദേവൻ ലോകത്തെ രക്ഷിക്കുവാൻ മർത്യഭാവത്തിൽ
മായാവ്യാപിയായി ജനിക്കയാൽ നിന്നുള്ളിലും എന്നുള്ളിലും വാഞ്ചിതം വളർത്തുന്നു. മന്നവാ മനസ്സിങ്കൽ മറഞ്ഞമ്മേ വീഴുന്നു. ദേവമായാലേവം മറയും ലോകങ്ങളും ജീവജാലവും ജമ്മേ മായാമേ വീഴുന്നു. മായയാൽ ആച്ഛാദനം ചെയ്യും ഈ ലോകത്തിങ്കൽ മായികമായ ഭാവം മാനവർ പേറിയിടുന്നു. ദേഹികൾക്കെന്നും മായാമയം ഈ പ്രപഞ്ചത്തിൽ മോഹവ്യൂഹത്തിൽ മുങ്ങാൻ കാര്യം വന്നിടുന്നു. ഭൂപതേ വിചാരിക്കിൽ താരക ബ്രഹ്മത്തിൻ രൂപവും നാമം ദേശം കാലങ്ങളില്ല നൂനം. മന്നവാ ഭവാൻ നിജപൂർവജന്മത്തിൽ ചെയ്ത നിർമര്യാദം തെറ്റ് ശേഷിച്ചെന്നിരിക്കയാൽ സത്യത്തെ അറിഞ്ഞാലും പുത്രദുഃഖത്തിൽ തവ ചിത്തവും എത്തിയിടുന്നു, ശക്തിയും കെട്ടിയിടുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ ചിത്തമോടുവാൻ കൊതിക്കലും പിച്ചയായി പാദം വെച്ചേകമനം നടന്നിടുന്നു. മന്ദമായി ചെന്ന് നടന്നു തുടങ്ങിയാൽ വന്നിടും ഗതിയെന്ന് ഞാൻ ചൊല്ലേണമോ? ഈ വിധമാരംഭത്തിൽ ഈശനെ സ്വരൂപിയായി മായാമഗ്നനാം നരനുള്ളത്തിലേറ്റിടുകിൽ നിർഗുണ സ്വയം രൂപനിലെത്തിയിടുമേ നിശ്ചയം സൗഭാഗ്യങ്ങൾ കൈവരും സത്തുക്കൾക്ക്. നിർമ്മമൻ ഭഗവാനെ നിഷ്കാമചിത്തം തന്നാൽ നിശ്ചയം ഭജിച്ചീടിൽ കൈവല്യം ലഭിച്ചിടും. താരക പരബ്രഹ്മം അയ്യപ്പൻ നിഷ്കാമന്മാർക്ക് പാരമായി എല്ലാമേകി പാലിച്ചു കൊണ്ടിടുമ്പോൾ പാരിതിൽ കലിക്കുണ്ടോ കശ്മലഭാവങ്ങളാൽ കാരുഷ്യമേറ്റിടുവാൻ നേരവും ലഭിക്കുന്നു. പ്രീതനായ ഭക്തന്മാർക്ക് തന്നെയും നൽകിയിടുന്നോൻ സാരനാം ശാസ്താവെന്നെ ആരുണ്ട് ലോകങ്ങളിൽ. പാപജാലങ്ങൾ ദേവൻ ഭസ്മമാക്കിയിടും പിന്നെ പാരമായ ഭക്തർക്കെല്ലാം ഏകിയിടും ദയാമയൻ. പാപമോചനം വന്നാൽ ചിത്തശുദ്ധിയുമാവും പാപാരി ബ്രഹ്മൻ തന്നിൽ ചേരുവാൻ കനിവേകും. പാപമോചനം നൽകൂ ദൈവമേ ശ്രീ അയ്യപ്പ. പാരാതൻ ശിരസിങ്കൽ പാദങ്ങൾ ചേർത്തു ഹരേ. പാരമായി വന്നുള്ളിൽ പാപങ്ങളേറിയിടുമ്പോൾ സാരമായി പാദങ്ങളാൽ മർദ്ദനം ചെയ്യണമേ. നിർവാണം നേടാൻ നമ്മൾ ബ്രഹ്മത്തിൻ ചേർന്നിടുവാൻ നിർവ്യാജം നിഷ്കാമ തലയ്യനെ ഭജിക്കണം. നിർവ്യാജ മനങ്ങൾ ദൈവമാം അയ്യപ്പനും ദിവ്യാനന്ദങ്ങളേകുമാലയം രമച്ചിടും. മണ്ണിങ്കൽ ഉയർത്തിയിടും ആലയങ്ങളെക്കാളും മന്മഥ വൈരീസുതൻ ഭക്തമാനസങ്ങൾ തന്നെ നിലയനം കാൺമതും മഹാഭാഗ്യം. ധന്യരായി മരുവുന്നോർ അയ്യപ്പദാസന്മാരും. വന്ദന മഹാമൂർത്തി താരക പരമ്പൊരുൾ എന്നുമേ മനുജർക്ക് സൗഭാഗ്യമേ കീടുവാൻ ധന്യമാന്ന വാക്ഷരി ഒന്നതിൻ സേവമൂലം മണ്ണിതിൽ വസിക്കുന്നോർക്കെഴുതുന്നു ഓതിയിടുന്നേൻ. നിർണയം അനുകൂലജാതന്മാർ കലവ് സദാ നിർണയിച്ചുള്ളം പേറിയിടണമേ നവാക്ഷരി. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.